ഓപ്പറേഷൻ സിന്ദൂരിനെ വിമർശിച്ച് ലേഖനമെഴുതിയ കേസിൽ സിദ്ധാർത്ഥ് ഭരതരാജൻ, കരൺ താപ്പർ എന്നിവരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി അസം പോലീസ്. രാജ്യദ്രോഹ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇരുവർക്കും നോട്ടീസ് അയച്ചു. ഓഗസ്റ്റ് 22-നാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം. ഇരുവരും ദ വയർ ഓൺലൈൻ മാധ്യമപ്രവർത്തകരാണ്. വിവരങ്ങൾ എസ് ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, ഈ രണ്ട് പേരും മാധ്യമപ്രവർത്തനം എന്ന പേരിൽ നമ്മുടെ നാടിനെതിരെ കുറേ നാളുകളായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇവരെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യാനാണോ അസം പോലീസിന്റെ തീരുമാനം? ഗൗതം, ഇവരെ എന്തിനാണ് ഇവർക്കെതിരെ കേസെടുത്തത് എന്നും ഇവരെ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് എന്നും അറിഞ്ഞാൽ ഇവരുടെ തനി നിറം പുറത്തു വരും. കാരണം ഇന്റലക്ച്വൽസ് എന്ന പേരിൽ, മാധ്യമപ്രവർത്തകർ എന്ന പേരിൽ ഈ രാജ്യത്തിനകത്ത് പ്രവർത്തിച്ച് ഈ രാജ്യത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും പറ്റി ഈ രാജ്യത്തെ തന്നെ ഒറ്റുന്ന നടപടിയാണ് ഇവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. രാജ്യദ്രോഹ കേസ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. സിദ്ധാർത്ഥ് വരദരാജൻ, കരൺ താപ്പർ, ഈ രണ്ടുപേരും ചില്ലറ കക്ഷികളല്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന രണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്. ദ ഹിന്ദുവിൻ്റെ തലതൊട്ടപ്പനായിരുന്നു സിദ്ധാർത്ഥ വരദരാജൻ. കരൺ താപ്പറെ കുറിച്ച് നമ്മൾ പറയേണ്ടതിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ലീനിയൻസി ആരോടാണ് എന്നുള്ളത് പല ഘട്ടത്തിലും അദ്ദേഹം തെളിയിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം തന്നെ പരിശോധിച്ചാൽ മനസ്സിലാകും അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്ന്. ഓപ്പറേഷൻ സിന്ദൂർ, നമ്മുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സൈന്യത്തെയും അപമാനിച്ചുകൊണ്ട്, അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ദ വയർ എന്ന് പറയുന്ന അവരുടെ ഒരു ഓൺലൈൻ ഉണ്ട്, അതിൽ ലേഖനം എഴുതിയതിൻ്റെ പേരിലാണ് കേസെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. മതിയായ തെളിവുകൾ ഈ രണ്ട് കക്ഷികൾക്കുമെതിരെ ഉണ്ട് എന്ന് ഗുവാഹത്തി ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓഗസ്റ്റ് 22-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം, അല്ലാത്ത പക്ഷം അറസ്റ്റിലേക്ക് കടക്കും എന്നാണ് അസം പോലീസ് വ്യക്തമാക്കുന്നത്. ഗൗതം, ഒന്ന് ഓർക്കേണ്ടത്, ഈ ഓപ്പറേഷൻ സിന്ദൂർ ഈ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ആക്രമണമായിരുന്നു. അത് പഹൽഗാമിൽ ജീവൻ നഷ്ടപ്പെട്ട 26 ആളുകളുടെ ജീവന് നമ്മൾ പകരം ചോദിച്ചതാണ്. നെറ്റിയിലെ നെറുകയിലെ കുങ്കുമം മാഞ്ഞ നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ പകരം ചോദിച്ച സംഭവമാണ്. അതിനെയാണ് ഈ രണ്ട് വ്യക്തികൾ ചേർന്ന് അപമാനിക്കുകയുണ്ടായത്, ഈ രണ്ട് വ്യക്തികൾ ചേർന്ന് അവഹേളിക്കുകയുണ്ടായത്. നമ്മുടെ സൈന്യത്തെ അപമാനിച്ചുകൊണ്ടതിൽ ലേഖനം വന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ പരോക്ഷമായി പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ടാണ് ഇവർക്ക് ലേഖനം വന്നത്. ഗൗതം, ഇതിലൊരു കാര്യം കൂടി ചേർത്ത് പറയാം. ഈ വിദേശ രാജ്യങ്ങൾ, ഈ മറ്റ് രാജ്യങ്ങളിലെ, ശത്രു രാജ്യങ്ങളിലെ ഓൺലൈനുകൾ, മാധ്യമങ്ങൾ, അവരെയൊക്കെ തന്നെ വിലക്കെടുക്കും. അവിടുത്തെ മാധ്യമപ്രവർത്തകരെ, ഇൻഫ്ലുവൻസേഴ്സിനെ ഒക്കെ തന്നെ വിലക്കെടുക്കാറുണ്ട്. ഒപ്പം തന്നെ വലിയ എന്തെങ്കിലും ഇവൻ്റ് നടന്നാൽ മീഡിയ സ്റ്റോമിങ് എന്ന പേരിൽ വാർത്താ പ്രളയം തന്നെ സൃഷ്ടിക്കാറുണ്ട് ഈ വിദേശ രാജ്യങ്ങൾ. സ്വാഭാവികമായും അത്തരത്തിൽ പാകിസ്ഥാൻ വിലക്കെടുക്കുകയായിരുന്നോ ഇവരെ എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇവരൊക്കെ ഇത്രയും കാലം കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ ഈ രാജ്യത്തെ മാധ്യമപ്രവർത്തകരായി തുടർന്നു എന്നുള്ളത് ഈ രാജ്യത്തെ ഓരോ മാധ്യമപ്രവർത്തകനും നാണക്കേട് ഉണ്ടാക്കുന്നതാണ്. അവർ തല താഴ്ത്തി നിൽക്കേണ്ട സാഹചര്യമാണ് ഈ രണ്ടുപേർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട പരിപാടിയല്ല. ഈ രാജ്യം ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനെതിരെ നടത്തി വിജയം വരിച്ച ഏറ്റവും ഈ അടുത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ്. രണ്ട്, നമ്മുടെ സൈന്യത്തെയാണ് അവഹേളിച്ചിരിക്കുന്നത്. ഇത് ഏതെങ്കിലും പാർട്ടിയെയോ ഏതെങ്കിലും സർക്കാരിനെയോ അല്ല ഇവർ അവഹേളിച്ചത്. ഈ രാജ്യത്തെയും ഈ രാജ്യം നടത്തിയ പ്രത്യാക്രമണത്തെയും ഈ രാജ്യത്തിൻ്റെ സൈന്യത്തെയുമാണ് ഈ രണ്ട് വ്യക്തികൾ അപമാനിച്ചിട്ടുള്ളത്. ഈ രണ്ടു പേരും അവരുടെ പ്രവർത്തികൾ മുൻകാലങ്ങളിലും രാജ്യത്തിനെതിരാണ് എന്ന് തെളിയിച്ചിട്ടുള്ളവർ. ശ്രീകാന്ത്, നമ്മുടെ രാജ്യത്ത് ഒരു കാലത്ത് നിലനിന്നിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് മാധ്യമപ്രവർത്തകരാണെങ്കിൽ, എഴുത്തുകാരാണെങ്കിൽ, സിനിമാക്കാരാണെങ്കിൽ അവർക്ക് എന്തും വിളിച്ചു പറയാം, അവർക്ക് ആരെയും വിമർശിക്കാം, അവർക്ക് ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മുകളിൽ കയറി കളിക്കാം എന്ന ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇത് ഏതാനും ഒരാഴ്ചയ്ക്ക് മുൻപാണ് അരുന്ധതി റോയിയുടെ പുസ്തകം കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത്. ഇപ്പോഴിതാ കരൺ താപ്പർ ഉൾപ്പെടെയുള്ള ഈ മാധ്യമപ്രവർത്തകരെ ചോദ്യം ചെയ്യാൻ അസം പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ സന്ദേശം കൃത്യമാണല്ലോ, ഈ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ ആര് ചോദ്യം ചെയ്താലും അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നതല്ലേ ന്യൂഡൽഹി നൽകുന്ന സന്ദേശം? ശ്രീകാന്ത്, ഗൗതം, ഇവരെ മാധ്യമപ്രവർത്തകരെന്ന് പോലും വിളിക്കരുത്. കാരണം ആ വാക്ക് വിളിക്കാൻ ഒരു തരത്തിലും യോഗ്യരല്ല ഇവർ. മാധ്യമപ്രവർത്തകരുടെ മേലങ്കി അണിഞ്ഞ
പാകിസ്ഥാന് വേണ്ടി വാർത്തകൾ ചമച്ച ആളുകളാണ് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം ഈ രണ്ട് വ്യക്തികൾ ഇതാദ്യമായല്ല ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഇവർ ചെയ്തത് ഇപ്പോൾ നരേന്ദ്രമോദിയെ വിമർശിക്കാം, BJP സർക്കാരിനെ വിമർശിക്കാം, ഒപ്പം തന്നെ BJP എന്ന പ്രസ്ഥാനത്തെയോ അതിലെ നേതാക്കളെയോ എല്ലാം വിമർശിക്കാം. അതിനെ തടയാനോ അതിനെതിരെ കേസെടുക്കാനോ ഇവിടെ അടിയന്തരാവസ്ഥ കാലമല്ല ഇത് ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലവുമല്ല. അതിനാൽ തന്നെ എന്ത് തരം വിമർശനങ്ങൾക്കും ഇവിടെ സ്ഥാനമുണ്ട്. നരേന്ദ്രമോദിയെ, പ്രധാനമന്ത്രിയെ നരാധമൻ എന്ന് വിളിച്ച നേതാവുള്ള നാടാണ് ഇത്. നികൃഷ്ട ജീവി എന്ന് വിളിച്ച നേതാക്കളുള്ള നാടാണിത്. ചായ വിൽപ്പനക്കാരൻ എന്ന പേരിൽ അവഹേളിച്ച മണിശങ്കർ അയ്യരെ പോലെയുള്ള ആളുകളുള്ള നാടാണിത്. അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ, ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് നേരെ, ഈ രാജ്യത്തെ സൈന്യത്തിന് നേരെ, ഈ രാജ്യത്തിൻ്റെ മറ്റൊരു രാജ്യവുമായി നടത്തുന്ന പ്രത്യാക്രമണങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ വിരൽ ചൂണ്ടിയാൽ ഇനിയും ക്ഷമിച്ച് ഇനിയും സഹിച്ചു നിൽക്കുന്ന ആളുകളല്ല രാജ്യം ഭരിക്കുന്നത് എന്ന് കരൺ ഥാപ്പർക്കും സിദ്ധാർത്ഥ് വരദരാജനും മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് നിലവിൽ അസം ഭരണകൂടം. ഇരുവർക്കുമെതിരെ സെഡിഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ BNS സെക്ഷൻ 152 ആണ് ഇരുവർക്കുമെതിരെ ചാർജ് ചെയ്തിട്ടുള്ളത്. മറ്റ് 5 വകുപ്പുകൾ കൂടി ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുണ്ട്. ഗൗതം മഹത്തായ രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന് മുകളിൽ ചോദ്യം ചെയ്താൽ അത് ഏത് വ്യക്തിയാണെങ്കിലും അവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന സന്ദേശം ഒരിക്കൽ കൂടി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നൽകുകയാണ്. മാധ്യമപ്രവർത്തകരായ സിദ്ധാർത്ഥ് വരദരാജൻ, കരൺ ഥാപ്പർ എന്നിവരെ ചോദ്യം ചെയ്യാൻ അസോം പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. രാഷ്ട്രവിരുദ്ധ കേസിലാണ് ഇരുവരെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസം 22-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇരുവർക്കും അസോം പോലീസ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് പങ്കുവച്ചത് S. ശ്രീകാന്ത്.